ബാംഗ്ലൂരിന് എന്ത് മൺസൂൺ. ഇവിടെ എല്ലാവരും ജോലിക്കൊക്കെ പോയി സേഫായി വീട്ടിലെത്തി കഴിഞ്ഞു ഒന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മാത്രം ഒന്ന് എത്തി നോക്കുന്ന ടീമാണ് കേട്ടോ ഇവിടെ ബാംഗ്ലൂരിലെ മഴ. വൈകുന്നേരങ്ങളിൽ മാത്രം പെയ്യുന്ന മഴ. ശരിക്കും ഈ ഒരു മഴയുടെ നേച്ചറും അതേപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെയാണ്. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ മുരുടേശ്വരം ഗോകർണമൊക്കെ പോകണമെന്നുള്ളത്. പിന്നെ മെയിൻ എന്ന് പറയുന്നത് അമ്പല ദർശനം മാത്രമല്ല, നേത്രാണി ഐലൻഡിലെ സ്കൂബ ഡൈവിങ്ങും. ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുറേ ഓർമ്മകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഗൾഫും മിലിറ്ററിയൊക്കെ ആയിട്ട് തിരക്കായിരുന്നുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ അധികം അങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല. ഞങ്ങളുടെ ട്രിപ്പുകളുടെ ഓർമ്മകളെല്ലാം തന്നെ ഉള്ളത് ഞങ്ങളുടെ ചിറ്റയുടെ കൂടെയാണ് കേട്ടോ. ചിറ്റയെന്ന് പറഞ്ഞാൽ അമ്മയുടെ ചിറ്റയാണ്. ആൾ എവിടെ പോയാലും ഞാനും അമ്മയും ഇല്ലാത്തൊരു കാര്യമില്ല കേട്ടോ. അതിപ്പം ട്രിപ്പാകണമെന്നൊന്നുമില്ല, ഒരു ബാങ്കിൽ പോവുക അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകണമെങ്കിൽ പോലും ഞങ്ങളില്ലാത്തൊരു കാര്യമില്ലായിരുന്നു കേട്ടോ ചിറ്റയ്ക്ക്. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോന്നു, പക്ഷേ അവരുടെ ട്രിപ്പ് അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയും ചിറ്റയും ഈ അടുത്തൊരു പ്രാവശ്യവും മുരുടേശ്വരത്ത് പോയപ്പോഴാണ് എനിക്കും അവിടെ പോകണമെന്നൊരു ആഗ്രഹം തോന്നിയത്. എങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് വിടാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു മൺസൂൺ ടൈമാണ് മുരുടേശ്വരം ഗോകർണമൊക്കെ പോകാൻ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞത്. എങ്കിൽ പിന്നെ ഈ ടൈം തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും നല്ല ഉറക്കച്ചടവിലായിരുന്നു. അങ്ങനെ കണ്ണിന് കുളിമയേകുന്ന പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയതോടുകൂടി പതുക്കെ എല്ലാവർക്കും ഒരു എനർജിയൊക്കെ വെച്ച് തുടങ്ങി കേട്ടോ. അങ്ങനെ പെട്ടെന്നാണ് എൻ്റെ കണ്ണിൽ ഈ ഒരു A to B വന്നത് പെട്ടത്. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, A to B എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അങ്ങനെ A to B കണ്ടതോടുകൂടി പതുക്കെ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി. എന്താണെങ്കിലും 8:30 ആയിട്ടേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാകാം ഇനിയുള്ള യാത്ര എന്ന് തീരുമാനിച്ച് നമ്മളത് A to Bയുടെ സൈഡിൽ തന്നെ വണ്ടി ഒതുക്കി ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാനൊക്കെ ട്രിപ്പിന് പോകുന്ന മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ, സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ ഉപരി. എന്നാൽ കേതനാണെങ്കിൽ ഒരു ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഡയറ്റിങ് തുടങ്ങും. ആൾ പിന്നെ വീട്ടിലെത്തിയാൽ മാത്രമാണ് കേട്ടോ നല്ല രീതിയിലൊന്ന് ഫുഡ് കഴിക്കുക. അതുകൊണ്ട് തന്നെ ആളധികം അങ്ങനെ കഴിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എനിക്കും കേതിനും കൂടെ ഒരു മിനി ടിഫിനാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത്. അതാവുമ്പോഴത്തേക്കും സെപ്പറേറ്റ് വാങ്ങി വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതാണ് നോം ഉദ്ദേശിച്ചത് ഗൈസ്. പക്ഷേ കേതൻ നല്ലൊരു പണിയായിരുന്നു. കേതൻ ഫുഡ് കഴിച്ചില്ല കേട്ടോ, 8:30 ആയിട്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ കേതൻ ഒരു ഇഡ്ഡലി പാഴ്സൽ വാങ്ങി, നെയ് റോസ്റ്റ് വാങ്ങിച്ചു, സെറ്റ് ദോശ വാങ്ങിച്ചു, പൂരി വാങ്ങിച്ചു. അങ്ങനെ എല്ലാം കഴിച്ചതിന് ശേഷം എൻ്റെ ടിഫിനിലെ ഏറ്റവും മെയിൻ ഐറ്റം ആയിട്ടുള്ള കേസരി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരുടെയും കണ്ണ് ആ ഒരു കേസരിയിലോട്ടായിരുന്നു. ഈ കൊടുക്കുന്നത് സ്നേഹം കൊണ്ടാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വെറുതെ കൊതി വാങ്ങിച്ച് പണി വാങ്ങിച്ചു വെക്കണ്ടെന്ന് കരുതിയാണ് കേട്ടോ. ഒരു ടൂറൊക്കെ പോവല്ലേ. എന്നാണെങ്കിൽ നമ്മുടെ ചായയും കോഫിയൊക്കെ വന്നു. സാധാരണ A to Bയുടെ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഫുഡിന്. എന്താണെന്ന് അറിയില്ല, നമ്മൾ ഈ ഒരു ഹൈവേയുടെ സൈഡിലുള്ളതായതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഒന്നും റെഗുലറായിട്ട് വരുന്നവരല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ അതിനുശേഷം കേതന് ഓരോ ബബിളൊക്കെ വാങ്ങിച്ച് അവിടെ കുറച്ചു നേരം കളിച്ചുകൊണ്ടൊക്കെ നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. കേതൻ തകർത്ത കളിയിലാണ്. ഇവിടെ വിൻമില്ലിലേക്കുള്ള കുറച്ച് ലോഡുകളാണ് കേട്ടോ ഈ ലോറിയിൽ വന്ന് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ മലനിരകളൊക്കെ കണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇടയ്ക്ക് കേതിന് ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ വണ്ടി ഒതുക്കിയിരുന്നു. ബാംഗ്ലൂർ ബോർഡർ കഴിഞ്ഞതോടുകൂടി ചെറിയ മഴയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താകുമെന്നറിയില്ല. അപ്പം അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.